ഹായ് സ്റ്റുഡൻസ്, ഞാനിന്ന് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത് ഇൻസുലിൻ എങ്ങനെയാണ് ജനറ്റിക് എഞ്ചിനീയറിംഗ് ഉപയോഗിച്ചിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെത്തേഡ്, അതിൻ്റെ സ്റ്റേജസ് ആണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഇവിടെ നമ്മൾ എന്തൊക്കെ എടുത്തിട്ടുണ്ട്? ഒരു ഹ്യൂമൻ സെല്ലുണ്ട്, ഒരു ബാക്ടീരിയയുടെ സെല്ലുണ്ട്. ഹ്യൂമൻ സെല്ലുണ്ട്, ബാക്ടീരിയയുടെ സെല്ലുണ്ട്. അപ്പോൾ നമ്മൾ ഹ്യൂമൻ സെല്ലിനകത്താണ് DNA ഉള്ളതെന്ന് എല്ലാവർക്കും അറിയാലോ. ആ DNAക്കകത്ത് എന്ത് കാണപ്പെടുന്നുണ്ട്? ജീനുകൾ കാണപ്പെടുന്നുണ്ട്. അതിൽ ഇൻസുലിന് പ്രൊഡ്യൂസ് ചെയ്യാൻ കാരണക്കാരനായിട്ടുള്ള ജീന് നമ്മുടെ DNA ഉണ്ടാവും. ആ ജീനിനെ മാത്രമായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഒന്നുകൂടി പറയാം, നമ്മുടെ ഹ്യൂമൻ DNAയിലുള്ള ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീനിനെ മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു? ആ DNAയുടെ ഭാഗത്ത് നിന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. കട്ട് ചെയ്യാനായിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു എൻസൈമാണ്. കട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു എൻസൈമാണ്. ആ എൻസൈമിൻ്റെ പേരാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസസ്. എന്താണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസസ് എന്ന് പറയുന്ന ഒരു എൻസൈമാണ് നമ്മളിവിടെ കട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ആ കട്ട് ചെയ്യുന്ന എൻസൈമിന് അറിയപ്പെടുന്ന പേരാണ് ജനറ്റിക് സിസർ. എന്താണ്? ജനറ്റിക് സിസർ. അപ്പോൾ ആ ജനറ്റിക് സിസർ ഉപയോഗിച്ചുകൊണ്ട് ആ DNAയിൽ നിന്ന് നമ്മൾ ഈ ഇൻസുലിൻ ജീനിനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ക്ലിയർ ആണല്ലോ ഇവിടം വരെ? ഇനി നമുക്ക് ബാക്ടീരിയയുടെ സെല്ലിലേക്ക് പോവാം. ബാക്ടീരിയയിൽ ഈ റൗണ്ടിൽ കാണപ്പെടുന്നതിനെയാണ് സർക്കുലർ DNA ഓഫ് ബാക്ടീരിയം എന്നറിയപ്പെടുന്നത്. ഇതാണ് ബാക്ടീരിയയിലെ DNA. എങ്ങനെയാണ് ഷേപ്പ്? എങ്ങനെയാണ്? ഒരു സർക്കുലർ ഷേപ്പാണ്. ഇതിനറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പ്ലാസ്മിഡ്. എന്താണ്? പ്ലാസ്മിഡ്. ഈ പ്ലാസ്മിഡിനെ നമ്മൾ ഐസൊലേറ്റ് ചെയ്തെടുക്കുകയാണ്. പ്ലാസ്മിഡിനെ മാത്രം നമ്മൾ ബാക്ടീരിയയുടെ സെല്ലിന് നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണ്. എന്നിട്ട് ബാക്ടീരിയയുടെ ഈ പറയുന്ന പ്ലാസ്മിഡിൻ്റെ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ട് അവിടെ നമ്മൾ എന്ത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്? നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇൻസുലിൻ ജീൻ ഉണ്ടല്ലോ, അത് ഈ പ്ലാസ്മിഡിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നമ്മളിത് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? ഇവിടെ നമ്മൾ കൂട്ടിച്ചേർക്കുകയാണ് ചെയ്യുന്നത്. കൂട്ടിച്ചേർക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഒരു ഗ്ലൂ ആണ്. ജനറ്റിക് ഗ്ലൂ എന്ന് പറയുന്ന ഒരു എൻസൈമാണ്. ആ എൻസൈമിൻ്റെ പേരെന്താണ്? ലിഗൈസസ് ആണ്. എന്താണ്? ലിഗൈസസ് എന്ന് പറയുന്ന ഒരു എൻസൈമാണ് നമ്മൾ ജനറ്റിക് ഗ്ലൂ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ലിഗൈസസ് എന്ന് പറയുന്ന എൻസൈം ഉപയോഗിച്ചിട്ട് നമ്മൾ കൂട്ടിച്ചേർക്കുന്നു. അതുപോലെ തന്നെ കട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസസ് ആണ്. ഇനി ഈ പറയുന്ന പ്ലാസ്മിഡ്, ഇപ്പോൾ ഈ പ്ലാസ്മിഡ് ഇതിനകത്ത് എന്തുണ്ട്? ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീനിൻ്റെ ഒരു ഭാഗമുണ്ട്, പ്ലാസ്മിഡും ഉണ്ട്. ഇതിനെ നമ്മൾ നേരെ എന്ത് ചെയ്യാണ്? ബാക്ടീരിയയുടെ സെല്ലിനകത്തേക്ക് വീണ്ടും ഇൻസേർട്ട് ചെയ്യാണ്. മനസ്സിലായില്ല? നമ്മൾ ഇപ്പോൾ നേരത്തെ കണ്ട പ്ലാസ്മിഡ് അല്ല. ഈ പ്ലാസ്മിഡിൽ ഇപ്പോൾ ആരുണ്ട്? ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീനുണ്ട്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ബാക്ടീരിയയുടെ സെല്ലിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? ഇൻസേർട്ട് ചെയ്യാണ്. ഇനി ഈ ബാക്ടീരിയനെ, ഇതിപ്പോൾ ഒരു ബാക്ടീരിയയുടെ സെല്ല് മാത്രമല്ലേ ഉള്ളൂ. ഇങ്ങനത്തെ ഒരുപാട് ബാക്ടീരിയയുടെ സെല്ലുകൾ നമുക്ക് ബാക്ടീരിയകൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നമ്മൾക്ക് അതിന് വളരാൻ ആവശ്യമായിട്ടുള്ളൊരു മീഡിയത്തിൽ നമ്മൾ ഈ ബാക്ടീരിയനെ ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, ഇതിന് വളരാൻ ആവശ്യമായിട്ടുള്ള ഒരു മീഡിയത്തിനകത്തേക്ക് ഈ ബാക്ടീരിയനെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ബാക്ടീരിയ ദാറ്റ് മൾട്ടിപ്ലൈ ഇൻ ദ കൾച്ചർ മീഡിയം. ആ മീഡിയത്തിനകത്ത് ബാക്ടീരിയ മൾട്ടിപ്പിൾ ചെയ്യും. മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ 1, 2, 2, 4 അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ അവിടെ ഉണ്ടാവുന്നത് ഇനാക്റ്റീവ് ഇൻസുലിൻ ആയിരിക്കും. ഇവിടെ ഉണ്ടാവുന്നത് ഇനാക്റ്റീവ് ആയിട്ടുള്ള ഇൻസുലിനാണ്. അതിനുശേഷം അതിൽ നിന്നാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്? ആക്റ്റീവായിട്ടുള്ള ഇൻസുലിൻ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മനസ്സിലായ? ഇതാണ് നമ്മൾ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻസുലിൻ ജനറ്റിക് എഞ്ചിനീയറിംഗ് ഉപയോഗിച്ചിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റേജുകളാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. ഇഷ്ടമെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു.